ജനഹൃദയങ്ങളിൽ മതസൗഹാർദ്ദ കാഴ്ചയായ വൈറൽ വീഡിയോയ്ക്ക് പിന്നിൽ അറിയാതെ പോയ ഒരാൾ കൂടിയുണ്ട്. ഗ്രാമിക ആഘോഷ കമ്മിറ്റി അംഗമായ അജ്മൽ റോഷനാണ് പൂരം എഴുന്നള്ളിപ്പിനിടെ പാപ്പാൻ സൈനുദ്ദീന് നോമ്പുതുറയ്ക്കുള്ള ഭക്ഷണം എത്തിച്ചു നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന പാടൂർ പുതുകാവ് ക്ഷേത്രോത്സവത്തിന് എഴുന്നള്ളിച്ച അക്കരമേൽ ശേഖരൻ എന്ന ആനയുടെ ഉടമയും ഒന്നാം പാപ്പാനുമായ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി സൈനുദ്ദീൻ ആനയുടെ അരികിലിരുന്ന് നോമ്പു തുറക്കുന്ന കാഴ്ച ജനങ്ങൾ നെഞ്ചേറ്റിയത് പ്രൈം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. വീട്ടിൽ നോമ്പുതുറയ്ക്കായി തയ്യാറാക്കിയതിൽ നിന്നും ഒരു വിഹിതമാണ് അജ്മൽ സൈനുദ്ദീന് നൽകിയത്. കമ്മിറ്റിക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷണം നൽകിയതെന്നും ഇത്തരത്തിൽ വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും പ്രവാസിയായ അജ്മൽ പറഞ്ഞു. ശ്രീജിത്ത് മുല്ലശ്ശേരിയാണ് വീഡിയോ പകർത്തിയത്. തീർച്ചയായും യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വൈറലായത്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ പാടൂർ പുതുകാവ് പൂരത്തിലെ ഗ്രാമിക ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട്, ഞാനൊരു പ്രവാസിയാണ്, ഗ്രാമിക ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളേതായ സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിലൊരു അംഗം കൂടിയാണ് ഞാൻ. അപ്പോൾ ഇക്കാൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് ശേഷം ഞാൻ സംസാരിക്കുകയും ഇക്കാക്ക് നോമ്പുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കാനുണ്ടായത്, ആനപ്പാപ്പാനെ ക്ഷണിക്കാനുണ്ടായത്. അപ്പോൾ പറഞ്ഞു ആ പൂരത്തിൻ്റെ ടൈം ആയതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് ആൾ പറയുകയും ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗം ഇക്കാക്ക് പൂരപ്പറമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരികയും പിന്നെ കാണുന്നത് വീഡിയോ വൈറലാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഒന്നിനു വേണ്ടിയല്ല, ഒരു നല്ല പ്രവൃത്തി എന്നുള്ള രീതിയിൽ ആ പൂരത്തിൻ്റെ ടൈം ആകുമ്പോൾ ഭക്ഷണം ഒന്നും കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് എത്തിച്ചു കൊടുത്ത ആൾ ഒരു ഹാപ്പി ആയിട്ട് ഒരു പുണ്യപ്രവൃത്തി നമ്മളെ രീതിയിൽ നോമ്പ് എന്നുള്ളത് ഒരു പുണ്യമാസമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു നല്ല മനസ്സോടുകൂടി എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിൻ്റെ വീഡിയോക്ക് പിന്നിൽ വൈറലാവാനൊന്നും വേണ്ടി ചെയ്താൽ ഇത് കൊണ്ടുകൊടുക്കുമ്പോൾ നമ്മളുടെ ആ ടൈമിൽ ശ്രീജിത്ത് മുല്ലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിലെ അത്യാവശ്യം റീച്ചുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു. ആളാണ് ഇത് കറക്റ്റ് ടൈമിൽ വീഡിയോ എടുത്തത്. ആ വീഡിയോയിലൂടെയാണ് ഇത് വൈറലായി പോയത്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.